8 മാറി വന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൈൻ ഫാക്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ വീഡിയോസ് ആണ്, പ്രാക്ടിക്കൽ വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനകത്ത് അതിന്റെ രണ്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനത്തെ പ്രാക്ടിക്കൽ വീഡിയോ സെഷനിലെ അവസാനത്തെ ഈ ചാപ്റ്ററിലെ പാർട്ടാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ, എന്നാൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പറയുന്നില്ല, വീഡിയോയിലേക്ക്. നിഴലും വെളിച്ചമൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കൊരു 3D രൂപത്തിൽ ഒരു പന്ത് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചെടുക്കുന്നത്. ബ്ലറും ഗ്രേഡിയൻറ്റും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പന്ത്, ഈ ഒരു ബോർഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇങ്ക്സ്കേപ്പ് സെർച്ച് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ താഴെയായിട്ട് ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ന്യൂ ഡോക്യുമെൻ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് വൃത്തം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സർക്കിൾ ടൂൾ ഉണ്ട്. ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ഈ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഈ ഒരു സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വൃത്തം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം, ഇത് കണ്ടില്ലേ, നമുക്കതൊരു പൂർണ്ണ വൃത്തമായിട്ട്, അഥവാ ഒരു ഫുൾ സർക്കിളായിട്ട് കിട്ടണമെന്നില്ല. ഇത്തരത്തിൽ ഓവലൊക്കെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പൂർണ്ണ വൃത്തമായിട്ട് നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ സർക്കിൾ ടൂൾ എടുത്ത ശേഷം നമ്മുടെ കീബോർഡിലെ കൺട്രോൾ കീ ഉണ്ടല്ലോ, ആ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ വൃത്തം വരയ്ക്കുവാണെങ്കിൽ നമുക്കതിനൊരു പൂർണ്ണ വൃത്തമായിട്ട്, ഒരു ഫുൾ സർക്കിളായിട്ട് ഇതേപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിൽ വൃത്തം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാനൊരു വൃത്തം വരച്ചു. ഇനി ഇതിന് ഒരു ഡാർക്ക് കളർ കൊടുക്കുക. താഴെ കളർ പാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡാർക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ നിന്നിതാ ഈ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു ഡാർക്ക് കളർ ഞാനിവിടെ കൊടുത്തു. ഇനി എനിക്ക് ഈ ഒരു വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ വൃത്തത്തെ ഇവിടെ സെൻറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി എനിക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ 2-3 മാർഗ്ഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് ഉപയോഗിക്കലാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ഡി എന്നൊക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൺട്രോൾ പ്രസ് ചെയ്ത് ഡി അമർത്തുകയാണ്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ച് ആ ഡ്യൂപ്ലിക്കേറ്റ് അതിന് മുകളിൽ തന്നെ വെക്കുന്നു. ഇനി എനിക്കിതിന് ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ടൂൾ കാണാം. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് എന്നതാണ് ആ ടൂളിൻ്റെ പേര്. ജി ആണ് ഷോർട്ട് കട്ട്. ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് ലീനിയർ ഗ്രേഡിയൻ്റ് എന്നും റേഡിയൽ ഗ്രേഡിയൻ്റ് എന്നും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. എന്താണ് ലീനിയർ ഗ്രേഡിയൻ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ റേഡിയൽ ഗ്രേഡിയൻറ്റിലേക്ക് വരിക. എന്നിട്ട് നമ്മുടെ സർക്കിളിന് മുകളിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഹാൻഡിൽസ് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ നമ്മുടെ എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ഈ ടൂള് ക്ലിക്ക് ചെയ്തിട്ട്, ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഒരു ഹാൻഡിലിൽ പ്രസ് ചെയ്തിട്ട് നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു കളർ, ഓക്കെ, ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്യുന്നു. ഇനി ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതാ ഇവിടെ പിടിച്ച് വലിച്ചിട്ട് ഇതിനെ ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു കളർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ലീനിയർ ഗ്രേഡിയൻ്റ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെയായിട്ട് ഒരു സർക്കിൾ ഇതേപോലെ വരക്കാൻ വേണ്ടി പോവാണ്. ഒരു സർക്കിൾ ഇവിടെ വരച്ചു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേഡിയൻ ടൂൾ എടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ റേഡിയൽ ഗ്രേഡിയൻറ്റിന് പകരം ലീനിയർ ഗ്രേഡിയൻ്റ് എന്നത് കൊടുക്കുന്നു. ഓക്കെ, ഈ ക്രിയേറ്റ് ലീനിയർ ഗ്രേഡിയൻ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ സർക്കിളിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് എന്ന ടൂള് ക്ലിക്ക് ചെയ്തിട്ട്, എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് എന്ന ഈ ഒരു ടൂൾ എടുത്തിട്ട് ഞാനിതാ ഈ ഹാൻഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു കളർ കൊടുക്കുന്നു. അതിനുശേഷം ഇതാ ഈ ഒരു എൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വേറെ ഒരു കളർ കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിച്ചേ, ഈ രണ്ട് കളർ ഒരു സ്ട്രെയിറ്റ് ലൈൻ ട്രാൻസിഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഈ കളർ ട്രാൻസിഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീനിയർ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. എന്നാൽ നമ്മൾ ഈ ഒരു സർക്കിളിലേക്ക് എത്തുന്ന സമയത്തോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അവിടെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു കളർ ട്രാൻസിഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലീനിയർ ഗ്രേഡിയൻറ്റും റേഡിയൽ ഗ്രേഡിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. അപ്പോൾ ലീനിയർ ഗ്രേഡിയൻ്റ് എന്താണ് എന്നുള്ളതും റേഡിയൽ ഗ്രേഡിയൻ്റ് എന്താണെന്നുള്ളതും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇത്ര മാത്രം പോരാ, നമുക്ക് ആ ഒരു 3D ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ഷാഡോ വേണം. അപ്പോൾ ഷാഡോ വരയ്ക്കണമെങ്കിൽ നമ്മളിവിടെ സർക്കിൾ ടൂൾ വീണ്ടും എടുക്കുന്നു. സർക്കിൾ ടൂൾ എടുത്ത ശേഷം
താഴെ ഇവിടെയായിട്ട് ചെറിയൊരു സർക്കിൾ ഇതാ ഇത്തരത്തിലൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിനെ കളർ മാറ്റണം. ഡാർക്ക് കളർ നമുക്ക് കൊടുക്കാം. ഇവിടെ നിന്ന് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നു. ഡാർക്ക് കളർ കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ബ്ലർ ചെയ്യണം, എന്നാലേ ആ ഒരു ഷാഡോ പോലെ നമുക്ക് തോന്നിപ്പിക്കും. അപ്പോൾ ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലാണ്. ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എടുക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിലേക്ക് വരിക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് കാണാൻ പറ്റും. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്. അപ്പോൾ നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഇത് ഇവിടെയുണ്ട്. ഇവിടെ ഫില്ല്, സ്ട്രോക്ക് പെയിൻറ്, സ്ട്രോക്ക് സ്റ്റൈൽ 3 ടാബ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫിൽ ടാബിൽ താഴെയായിട്ട് ബ്ലർ എന്നതും ഒപ്പാസിറ്റി എന്നതും കാണാം. ഇവിടെ എന്ത് ചെയ്യുക? ബ്ലർ എന്നത് ഇവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലർ കൂടി കൂടി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു വൃത്തത്തിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ? ആ ഒരു വൃത്തം ജസ്റ്റ് മങ്ങിയതുപോലെ അത് ബ്ലറായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു സുതാര്യതയിൽ വ്യത്യാസം വരുത്തണം, ട്രാൻസ്പെറൻസിയിൽ വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒപ്പാസിറ്റി നമുക്ക് മാറ്റം വരുത്താൻ ഇവിടെ ഒപ്പാസിറ്റി മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ ഒപ്പാസിറ്റി മാറ്റം വരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് സെക്കൻഡ് പാർട്ടിൽ. ഇതല്ലാതെ മറ്റൊരു മാർഗം കൂടിയുണ്ട്. നമ്മുടെ കളർ പാലറ്റില്ലേ, നമ്മുടെ കളർ പാലറ്റിൻ്റെ താഴെയായിട്ട് ഇവിടെ O എന്ന് കാണാൻ പറ്റും. ഈ O എന്നത് ഉദ്ദേശിക്കുന്നത് ഒപ്പാസിറ്റി തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് മൈനസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒപ്പാസിറ്റി നമുക്ക് കുറക്കാനും, ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി കൂട്ടാനും പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു നമ്പർ 70 അല്ലെങ്കിൽ 80 ഒക്കെ അടിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒപ്പാസിറ്റിയിൽ വ്യത്യാസം വരുത്താം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു 93 ഒപ്പാസിറ്റി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒപ്പാസിറ്റിയിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒപ്പാസിറ്റിയിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് കാണിച്ചു തന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ബ്ലർ ചെയ്ത് മാത്രം വെക്കുവാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാൻ വീണ്ടും ട്രാൻസ്ഫോം ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു നിഴല് നമ്മുടെ സർക്കിളിന് മുകളിലായിട്ടാണ് വരുന്നത്. ഇതിനെ നമുക്ക് ആ ഒരു സർക്കിളിൻ്റെ പുറകിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിലെ പേജ് ഡൗൺ എന്ന കീ ഉണ്ടല്ലോ, ആ പേജ് ഡൗൺ എന്ന കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് താഴേക്ക് പോയിക്കോളും. അത് താഴേക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ തന്നെ വെക്കുന്നു. ഓക്കെ, പേജ് ഡൗൺ മാത്രമല്ല, ഒന്നിലധികം ഒബ്ജക്റ്റുകൾ കുറേ മുകളിലായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഏറ്റവും താഴെ എത്തിക്കാൻ നമുക്ക് എൻഡ് എന്ന കീ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എനിക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് ഉപയോഗിക്കലാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് G അമർത്തുക. കൺട്രോൾ G. അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് കിട്ടി. ഓക്കെ, ഞാനിത് ഇവിടെ വെക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ SVG ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ സേവ് കൊടുക്കാം. ഇനി PNG ഫോർമാറ്റിലേക്കോ മറ്റോ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പോർട്ട് PNG ഇമേജ് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്തും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾക്ക് കൃത്യമായി എക്സ്പോർട്ട് ചെയ്തോ സേവ് ചെയ്തോ ഒരു സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ ടൂൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഗ്രേഡിയൻ ടൂൾ, ഈ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടേബിളിൽ ആ ഒരു ഉപയോഗം കൂടി, ഇതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതും കൂടി അവിടെ ഫില്ല് ചെയ്ത് വെക്കുക. ഗ്രേഡിയൻ ടൂൾ മാത്രമല്ല, ഇനി ആ ടേബിളിൽ ഒരു ടൂളിനെ പറ്റി കൂടി നമുക്ക് എഴുതാനുണ്ട്. അതാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത ഒരു ടൂളാണ് ഡ്രോ ഫ്രീ ഹാൻഡ് ലൈൻസ് എന്ന് പറയുന്ന ഈ ഒരു ടൂള്. P ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, പേര് പോലെ തന്നെയാണ്. നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് കുറച്ച് വരകൾ ഇതേപോലെ വരക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾ കൂടിയാണ് നമ്മൾ പരിചയപ്പെടാത്ത, ആ ഒരു ടേബിളിലുള്ളതിൽ പരിചയപ്പെടാത്തത് ഈ ടൂൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു ടൂളിൻ്റെ ഉപയോഗം കൂടി അവിടെ എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് വേഗത്തിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. അതിനുശേഷം ആ സർക്കിളിന് ആവശ്യമായുള്ള കളറുകൾ കൊടുക്കുന്നത്, അതായത് ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ കൊടുത്തത്. 2 ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത്. ഒന്നെന്താ? ലീനിയർ ഗ്രേഡിയൻ്റ്, രണ്ടാമത്തെ റേഡിയൽ ഗ്രേഡിയൻ്റ്. രണ്ടിൻ്റെ വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കി. റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു പന്തിനെ കുറച്ചുകൂടി നിഴലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സർക്കിൾ വരച്ച് അടിയിൽ വെച്ച് കൊടുത്തു. ബ്ലർ എന്നൊരു ഓപ്ഷൻ എങ്ങനെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, ബ്ലർ ചെയ്തുകൊണ്ട് അതിനെ ആ ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു നിഴൽ എഫക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിച്ചു. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഇത്തരത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു IT വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.